This is the second part of the documentary on Thommen Luke Ashan, the maestro of Margam Kali. This video is significant for three reasons. First, the Ashan demonstrates the similarities between the melodies of Margam Kali and Syriac liturgical chants. Second, the maestro reiterates that Margam Kali is also a sacred art. In his own words, ഒരു പുണ്യകല കൂടിയാണ്. The themes of the songs are biblical. The dance movements are modest and moderate. Third, Ashan explains the musical terms and concepts in Margangali. These terms and concepts are from the pre-Sanskrit period. Ashan explains such terms as Vaitari, that is, rhythmic phrases woven out of vocables such as nonsense syllables. These vocables are simple pedagogic tools and are different from the bowls of tabla as dha, dhin, dhin, ta, or mridangam as takka, takkita, etc. It means that Keralites had a music theory of their own in the Tamil pre-Sanskrit period. We are amazed at the maestro's memory, his patience, and the ease with which he explained the musical concepts. The Ashan was like a walking encyclopedia of Kerala music. May the maestro rest in peace. Shlama Shanti. അപ്പൊ ആശാൻ ഇപ്പൊ എത്ര വയസ്സായി? 90. ഏത് വർഷം ജനിച്ചെന്ന് ഓർമ്മയുണ്ടോ? ഒന്ന് ഓർമ്മ. പിന്നെ ഈ നാട്ടുകാരൻ തന്നെയാണ് ഈ അപ്പൊ ആശാൻ എങ്ങനെയാ മാർഗംകളി പഠിച്ചത്? ഞാൻ പഠിച്ചത് കൊച്ചേപ്പ് ആശാൻ. പിന്നെ അദ്ദേഹത്തിൻ്റെ അനുജം കുട്ടിയാശാനുള്ള ഈ അവര് ആശാന്മാർ ഈ നാട്ടുകാർ തന്നെയായിരുന്നു? നീണ്ടൂർ. അത് ശരി. അപ്പൊ അന്നത്തെ മാർഗംകളിയും ഇന്നത്തെ മാർഗംകളിയും തമ്മിലുള്ള വ്യത്യാസം എന്താ പ്രധാനമായിട്ട് തോന്നുന്നു? പ്രധാനമായിട്ട് അങ്ങനെ പലത്തേക്ക് വ്യത്യാസമൊന്നും പാട്ടിന് മാറ്റമൊന്നുമില്ല. പാട്ടിന് മാറ്റമില്ല. ചോടിനും അങ്ങനെ ചിലൊക്കെ മാറ്റം പങ്കു വെക്കും. പലത്തേക്കാരുടെ മാറ്റമില്ല. സ്റ്റെപ്പുകൾക്കോ? സ്റ്റെപ്പുകൾക്ക് തെറ്റൊന്നുമില്ല. പിന്നെ ചോര ഒന്നിനും വരാം. നമ്മളിപ്പം പിള്ളേരെ പഠിപ്പിച്ചത് 3 പാദം പഠിപ്പിച്ചു. 2 പാതയെ പഠിപ്പിച്ചു. 2 പാതയെ പഠിപ്പിച്ചു. അപ്പൊ ബാക്കി പാദങ്ങൾ എത്ര നാളെടുക്കും പഠിപ്പിക്കാൻ? അതിപ്പം പിള്ളേരായ കൊണ്ടിട്ട് ഒരു 2 പാതെങ്കിലും വീട്ടിൽ വരും. പാട്ട് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പിള്ളേർക്ക്. എല്ലാ പാട്ടും പോലും അല്ല ചെയ്യുന്ന പാട്ട്. അതായത് പാട്ട് ശരിക്ക് വന്നുകൾ മാത്രമേ സ്റ്റെപ്പ് ഇല്ലാതെ വിഷയമില്ല. അക്ഷരം ജയിച്ച് വരാൻ പാടില്ല. അക്ഷരം ജയിച്ച് വന്നാൽ സ്റ്റെപ്പ് അവിടെ നിർത്തി വിളിക്കാൻ കിട്ടും. അതാണ് അതിൻ്റെ വ്യത്യാസം. ഈ എത്ര പാദങ്ങളുണ്ട് എല്ലാം കൂടെ? 14 പാദം. 14 പാദങ്ങൾ. അപ്പൊ അതിന്റെ പാട്ടുകളൊക്കെ നേരത്തെ എഴുതി പ്രസിദ്ധം ചെയ്തിട്ടുള്ളതാണ്. ശരി. പിന്നെ ഇതിന്റെ ഈ പാട്ടുകളുടെ ട്യൂണിനെ പറ്റി ആശാന്റെ അഭിപ്രായം എന്താണ്? ട്യൂൺ എങ്ങനെയാ ആശാൻ പഠിച്ചത്? അതെ. ആ ട്യൂണിന് എന്താ ഒരു സുറിയാനി പാട്ട്? സുറിയാനിയുടെ അംശങ്ങളുണ്ട്. അതുപോലെ തന്നെ തമിഴ് പദങ്ങളും ചിലർക്ക് തമിഴ് പദങ്ങളുണ്ട്. അതായത് വന്നവരോ ഇരുന്നവരോ എന്നൊക്കെ ചില ഭാഗത്തോടെ വരും. അതൊക്കെ പല കാലത്തുള്ള ആയതുകൊണ്ട് ചിലപ്പം തമിഴിൻ്റെ ഒക്കെ വരും. സുറിയാനിയുടെ ചില അംശങ്ങളുണ്ട്. ആ ഈന്നൊക്കെ പദങ്ങൾ എന്നപാട് പദം ഏതൊക്കെ വരും. അങ്ങനെ പറഞ്ഞെങ്കിൽ സ്റ്റെപ്പ് എടുക്കാൻ ഒക്കുള്ളൂ. സ്റ്റെപ്പ് എടുത്ത് മാറ്റാൻ ആരെ കൂടി പാട്ട് മാറാറ്. പാട്ട് മാറിയ സ്റ്റെപ്പ് മാറും. പിന്നെ സുറിയാനിയോട് ട്യൂണുകൾക്ക് സാധ്യതയുണ്ടെന്ന് പറയാൻ ആശാൻ എന്താണ് ഒരു ഈ 1-ാം പാദം പാടുമ്പോൾ അതിൻ്റെ അവസാനം കൂടിയിരിക്കുന്നത് മൂലിൻ്റെ ആദ്യം മുമ്പ് മാമൂലി ചെല്ലുമ്പോൾ മാമൂലി
മൗദീനായൻ എന്ന് പറഞ്ഞാൽ പഴയ സുറിയാനി പാട്ടുകാരല്ലേ? അപ്പൊ ആ രീതിയിലാണ് ഈ പാട്ടും പറയുന്നത്. അതായത് പറയുന്നത് ഇപ്പൊ പാടിയത് സുറിയാനിയാണോ? ഇനി അതിനോട് സാമ്യമുള്ള മാർഗംകളിയിലെ പാട്ട് പാടിക്കും. ഒരു അംശമായിട്ട് വരും. പിന്നെ ഏഴ് ഉണ്ടാക്കിയ ഒരു വൈദികനാണെന്നാണ് പറയുന്നത്. ഏത് കാലത്തായിരിക്കും? 2-ാം നൂറ്റാണ്ടിൽ. അത് ശരി. ജനവശ പട്ടണവാശ ബർദാസ് എന്ന ശരിയായ ഗുരുബോധനാൽ രചിക്കപ്പെട്ടതാണ് മാർഗം പാട്ടിന് പുസ്തകത്തിൽ. അതൊന്നുകൂടി പറഞ്ഞു. ജനവശ പട്ടണവാസിയായ ബർദാസ് എന്ന ശരിയായ ഗുരുബോധനാണ് ഈ പാട്ട് ഉണ്ടാക്കിയതാണ് പറയപ്പെടുന്നത്. ഓ അത് ശരി. അങ്ങനെയാണ് പരമ്പരാഗതമായിട്ട് 2-ാം നൂറ്റാണ്ടിൽ ചെയ്തു എന്ന് പറയുന്നത്. അപ്പൊ അന്ന് മലയാള ഭാഷയിൽ ഭാഷ 2-ാം നൂറ്റാണ്ടിൽ മലയാള ഭാഷ കാണുവാനിരിക്കും. ചിലപ്പോൾ ഒരുപക്ഷെ ആദ്യം സുറിയാനിയിലായിരിക്കും അറിയാം. പിന്നെ ഇതൊരു പദത്തിലായിരിക്കും പകർത്തിയതായിരിക്കും. അതാണ് അത് പാഠപുസ്തകങ്ങളുണ്ട്. പഴയ പാഠപുസ്തകങ്ങളുണ്ട്. ആശാന്റെ പാഠപുസ്തകം പഴയ ഇരിപ്പുണ്ടോ? പിന്നെ താളങ്ങളെ പറ്റിയുണ്ട് പറഞ്ഞു. ഈ പാട്ടുകളിൽ ഉപയോഗിക്കുന്ന താളങ്ങൾ ഇപ്പൊ 2 വൈവിധ്യമുള്ള താളങ്ങൾ ഇപ്പോൾ ഇവിടെ ആശാൻ പഠിപ്പിച്ചല്ലോ. ഇതിന്റെ താളങ്ങൾ വായ്ത്താരി അത് തിന്തക തിന്തത്തെ അതെങ്ങനെയാ പറയുന്നത്? താളത്തിൽ എങ്ങനെ പറയണേ? ആ ചിന്തക തിന്തത്തെ എന്ന് പറയുമ്പോൾ ആ സ്റ്റെപ്പ് എടുത്തിരിക്കണം. അത് ശരി. അതിനാണ് ചിന്തക തിന്തത്തെ എന്ന് പറയുന്നത്. അത് ശരി. പിന്നെ മുക്കണ്ണി ഇപ്പൊ ആദ്യം പറഞ്ഞത് തിന്തക തിന്തത്തെ അതിന് തിന്തക തിന്തത്തെ തന്നെയാണ്. പിന്നെ മുക്കണ്ണി, പിന്നെ ഇരട്ടി വട്ടം. മുക്കണ്ണി എന്ന് പറഞ്ഞു. അതിന്റെ വായ്ത്തരിവ് അതനുസരിച്ചുള്ള സ്റ്റെപ്പ് എടുക്കുന്നതിനാണ് മുക്കണ്ണി എന്ന് പേര് പറയുന്നത്. അത് ശരി. ആ മുക്കണ്ണി എന്ന് പറയാൻ കാരണം എന്താണ്? അതെ അങ്ങനെ പേര് മലയാളം 3 അർത്ഥമുണ്ട്. 3 മുക്കണ്ണി എന്ന് വെച്ചാൽ 6, 1, 2 3 സ്റ്റെപ്പ് വരും. 3 സ്റ്റെപ്പ് വരും. അത് ശരി. ഇത് പറയുമ്പോ മുക്കണ്ണി പറയുമ്പോ പിന്നെ ഇരട്ടി വട്ടം. അത് ഈ ഇരട്ടി വട്ടം, മുക്കണ്ണി, ഇരട്ടി വട്ടം, കച്ചപ്പദം ഇതൊക്കെ പഠിക്കുന്നതിന്റെ ഉദ്ദേശം, നേരത്തെ പഠിപ്പിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം ഓരോ പാദത്തിലും ഇത് വരും. അത് ശരി. അതായത് ഇപ്പൊ 13-ാം പാദം ചെല്ലുക വിചാരിച്ചു. 13-ാം പാദത്തില് സ്റ്റെപ്പ് എടുക്കുമ്പോൾ ഈ മുക്കണ്ണി ഉണ്ടായിരിക്കണം അവിടെ. അത് ശരി. അപ്പൊ അത് പറയാൻ ഒക്കെയല്ല. കളിച്ചുകൊണ്ടിരിക്കുമ്പം മുക്കണ്ണി എന്ന് പറയാൻ നോക്കും, അങ്ങനെ പാട്ട് പോവുകയല്ലേ. അപ്പൊ കൈകൊണ്ട് കാണിക്കുള്ളൂ മുക്കണ്ണി എടുത്തോ. അത് ശരി. പറയാനൊന്നും പറ്റിയല്ല. കൈകൊണ്ട് എങ്ങനെയാണ് കാണിക്കും. അത് അപ്പൊ ആദ്യം മുക്കണ്ണി ഉണ്ടായിരിക്കണം. അതേ സ്ഥാനത്ത് ഇരട്ടിവട്ടം ഉണ്ടായിരിക്കും. ഇരട്ടിവട്ടം എന്ന് പറഞ്ഞേ വായിച്ചില്ല. അതനുസരിച്ച് സ്റ്റെപ്പായിരിക്കും ഈ പാടെടുക്കുമ്പോൾ വരുന്നത്. അത് ശരി. അപ്പൊ ഇത് ശരിക്കും പഠിച്ചിരുന്നാൽ നമുക്ക് ഇന്നത് എടുക്കണമെന്ന് പറഞ്ഞാൽ എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണെങ്കിൽ മുമ്പ് പറഞ്ഞ തിന്തകത്തിൻ്റെ പറഞ്ഞില്ല, അത് ഈ 9-ാം പാദത്തിൽ അതെടുക്കാം. ശരി. അങ്ങനെ ഓരോ പാദത്തിനും ഇത് ഉപയോഗപ്രദമായിട്ട് വരും. പഠിച്ചിരിക്കണം. ഇരട്ടിവട്ടം എന്ന് പറഞ്ഞാൽ അതും പഠിച്ചിരിക്കണം. ഇതെല്ലാം അപ്പോ തിന്തക തിന്തത്തെ മുക്കണ്ണി, ഇരട്ടിവട്ടം, കച്ചപ്പദം. അതെന്താണ്? അതോ ഉള്ളൂ. അത് 13-ാം പാദം എടുക്കുമ്പോൾ അത് നുകി ചെയ്ത് 2 ചെയ്ത് 13-ാം പാദം. അത്
മാർഗം നാളിൽ അത് നോക്കിയെടുക്കും മാറിക്കല്ലായ മാർഗം നാളിൽ ചെയ്യുന്നു അതിനകത്ത് അല്ലാതെ ചോദിക്കില്ലേ ഈ കച്ചപ്പദം അതിനെ ചോദ്യം കൊടുക്കും ആശാൻ കാണിച്ചു അങ്ങനെ ഇതെല്ലാം അടിസ്ഥാനപരമായിട്ട് പട്ടികൾ വാങ്ങുന്നു വാങ്ങി പഠിച്ചാൽ എപ്പോഴും ശരിയാവുള്ളൂ അത് ചോദ്യം നമുക്ക് പറയില്ല. മുറുക്കം എന്ന വാക്ക് ഉപയോഗിച്ചില്ലേ? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മുറുക്കം എന്ന് പറഞ്ഞാൽ മുറുക്കി എടുക്കാന്ന് പറഞ്ഞാൽ ഗതി എടുക്കാന്ന് പറഞ്ഞാൽ വേഗത കൂട്ടിയെടുക്കാം. പിന്നെ അതിന് ആ പാടില്ല കൂട്ടിത്തരാൻ അപ്പൊ ഇരിക്കുള്ളൂ. പിന്നെ പല തരത്തിൽ ചോറൊക്കെ വേഗത പറയുന്നതിന് എന്തുപോലെ വാക്കുണ്ടോ? സാധനമായിട്ട് കേട്ടാൽ മതി. അത് കാണിച്ചു കൊടുക്കും. ചാടുകൊണ്ട് പതുക്കെ കാണിച്ചു കൊടുക്കും. അത് മൂർത്തി എടുക്കുന്നതിന് കാണിച്ചു കൊടുക്കും. ഓരോ പാദത്തിനും ട്യൂൺ വ്യത്യാസമുണ്ട്. അത് ശരി. അത് ഇവരെ പിള്ളേരൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ? പഠിപ്പിക്കും. അല്ല, വേറെ അറിയാവുന്ന ആരെങ്കിലും ആശാന്റെ ശിഷ്യന്മാരുണ്ടായിരുന്നു. ആരും ഇല്ല. അതാണ് പരാതി. കുറച്ച് പാടാൻ വിളിക്കാൻ പോലും ആരുമില്ല. ഇതെല്ലാം വേണ്ടി ഇതിനെ പഠിപ്പിക്കേണ്ടി വരും. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് അക്കാലത്ത് ഒത്തിരി അന്നല്ല പഴയ കാലത്ത് എല്ലാവരും തന്നെ പഠിപ്പിക്കും. അതിൽ പഠിക്കുന്നത് മുൻപ് കൂടിയായിരുന്നു. അത് പുണ്യകല കൂടിയാണ്. പുണ്യകല. അതെ. അത് കാരണം ഇതിൽ മറ്റ് യാതൊരു മേഖലയില്ല. സമാജ ജീവിതത്തിലേക്ക് വേറെ ഒന്നുമില്ല. പിന്നെ ഞങ്ങളെ കല്യാണത്തിനൊക്കെ മാർഗിക്കാൻ പോകുമ്പോൾ ഓടുപുഴ പാട്ട്, നീന്തുപുഴ പാട്ട്, അതൊക്കെ ജോയാസിൻ്റെ, മാർഗേഷിൻ്റെ, യൂവിൻ്റെ, പിന്നെ എപ്പോഴൊക്കെ പാട്ടൊക്കെ പാടും. യാതൊന്നും യൂസ് ചെയ്യാം. സാധാരണ രീതിയിൽ എപ്പോഴൊക്കെയാണ് മാർഗംകളി? രാത്രിയിലാണ്. രാത്രി. പിന്നെ ഏതൊക്കെ അവസരങ്ങൾ? കല്യാണത്തിനും പള്ളി പെരുന്നാളുകൾക്കും അങ്ങനെയൊക്കെ നമുക്ക് മാർഗം മനസ്സിലാക്കാം. അങ്ങനെയും മതി. ഈ അന്ന് പെണ്ണുങ്ങൾ മാർഗംകളിക്ക് വരുന്നു? ഇല്ല, ആണുങ്ങൾ മാത്രം. പെണ്ണുങ്ങൾ മാർഗംകളി നടത്തുന്ന ഈ അടുത്ത കാലത്ത് കുറച്ച് കാലങ്ങളായിരുന്നു. ഈ എത്ര സമയം മാർഗംകളി നടത്തും ഒരു രാത്രിയില്? ഒരു രാത്രിയില് അത് എത്ര സമയം എന്ന് പറയാൻ നോക്കിയല്ല. ഇതിനെപ്പറ്റി അഭിരുചിയുള്ളവരും ഇതിനെപ്പറ്റി അറിയാവുന്നൊരു പലരും ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന പാലെടുക്കാം. അത് പൂർവ്വ വിശേഷത്തിൻ്റെ ചിലപ്പം അല്ലെങ്കിൽ ഒത്തിരി കപ്പിളുകൾ. അപ്പോൾ ഇത് ഒത്തിരി പേര് കൂടുള്ളൂ. കല്യാണമല്ലേ, ഒത്തിരി പേര് കൂടും. കൂടുമ്പോഴത്തേക്കും ഒരുത്തം പാടും. അക്കാലം പാവാണ് പഠിപ്പിച്ചു പൂർവ്വ വിശേഷത്തിൽ പാടും. അന്നേരം ഇപ്പോഴാണ് നിൽക്കുന്നത് എല്ലാവരും അങ്ങനെ കളിക്കല്ലേ. ഞാൻ വേറെ പാട്ട് പാടാം, വേഗം പാടാവണം. പക്ഷേ വെള്ളം കുടിച്ച് ചാട പലയാതെ അപ്പം അങ്ങനെ ചിലപ്പോൾ ഒത്തിരി രാത്രി കളിച്ചിട്ട് വരും. അതല്ല നമുക്കിപ്പം 14 പാടും കളിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ തന്നെ ആരും അങ്ങനെ കളിക്കാൻ മുതിരില്ല. പല കാലത്ത് അതല്ലായിരുന്നു. വിളിക്കുന്ന കളിച്ചു വരും. വെള്ളം കുടിക്കുമ്പോൾ ഈ പൂർവ്വ യവസേപ്പിന്റെ പാട്ടിന്റെ കാര്യം പറഞ്ഞല്ലോ, അതിന്റെ 2 ലൈനൊന്ന് പാടാവോ? അക്കാലം മാവാതന്റെ മക്കൾ 10 പേരുമായി ആറുമാറുമേയും കാലം പാരായിരം ഭാവാതന്യായിരത്തു പാർക്കും മക്കൾ ബാലനാമേയൂസിക്കും തമ്പി ബേനിയാമേയും പൗശൂന്യമായി 10 മക്കൾ യൂസേപ്പിനോട് പാരാതെ ജന്തുമൂലം ഭാവാഹിതരം കണ്ടു സ്വപ്നത്തിൽ കണ്ടായ കർണാത്തിരാമൂലം താരാമാറില്ല സിദ്ധാന്തരു 10 മക്കളും കൂടെ കിട്ട് നീലച്ചൂടച്ചു പാരാതെ കൊല്ലണു ചേച്ചി നേരുന്നു കണ്ടു േഷന്മാർ വന്നാറില്ല എന്ത് കേട്ടോടെ പൂജ ഞാൻ
വാർത്താം കൂടാതാവാലും തമ്പിയെ കണ്ണാണല്ലോ ഇഷ്ടം കൊടുത്തു എന്ന തത്വം നാമക്കൂറിന് മറ്റോരു മക്കൾ പന്തിരണ്ടിലും മൂത്ത അഞ്ചെന്നാണല്ലോ മക്കാനന്റെ ജനജാതി യുവരാതിന് കൊട്ടാരത്തിന് തിരിച്ചു ഓരാജനാളിലും ഇറ്റൂരിനെ കൊട്ട തീരത്തിനാവ ഇത് അടിച്ചടിച്ചിട്ടുണ്ടല്ലോ ഈ പാട്ടില്. പാട്ടുണ്ട് ആ അത് ശരി. ആ അത് ശരി ശരി ശരി. അങ്ങനെ പല പാട്ടും പാടും. ഈ യാക്കോബ് ജോബിന്റെ ജോബിന്റെ യോഗിന്റെ പാട്ട് അങ്ങനെ യോഗിന്റെ ഒരു പരീക്ഷ അകപ്പെട്ടത് അങ്ങനെയൊക്കെ ഉണ്ട്. അതിന്റെ ട്യൂൺ വ്യത്യാസമുണ്ടോ? ആ പാട്ട് യൂരിയാസുണ്ട്. തോബിയാസ് അതിന്റെ ട്യൂൺ അറിയാം. ആദ്യത്തിൽ സൂര്യനാഗത്തിൽ അപ്പൊ ഇത് പഠിക്കാൻ മതിയാവും എന്തെങ്കിലും. അപ്പൊ ആ വിഷയം വന്നപ്പോൾ ആ പഠിക്കാതിരിക്കാൻ വേണ്ടിയില്ല. അപ്പൊ എല്ലാം കാണാപ്പാടം പഠിച്ചു. ഈ ഞാൻ ഇതുവരെ കേൾക്കാത്തൊരു പാട്ട് റംബാൻ പാട്ടില്ലേ? റംബാൻ പാട്ട് മാർഗംകളിക്ക് പാടുമായിരുന്നു. തോമാസ്ലിയ വന്നതും പള്ളി സ്ഥാപിച്ചതും രണ്ടാം പാട്ട് എന്ന് പറയുമ്പോൾ അത് ഈ മാർഗംകളി പാട്ട് എന്ന് പറഞ്ഞാൽ 14 പാഠം അങ്ങനെ പല ആളുകൾ പഠിച്ചിട്ടുണ്ട്. രണ്ടാം പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. രണ്ടാം പാട്ടുള്ളതാണ് ഈ തോമാസ്ലിയ ഇന്ത്യയിൽ വന്നിട്ട് ഈ നാശാക്കി കാര്യങ്ങളൊക്കെ പാട്ടായിട്ട് പാടുന്നുണ്ട്. അതിന്റെ 1-2 വരികൾ ഓർക്കാൻ പറ്റും. അത് ഞങ്ങളെ ഈ മാർഗംകളി 14 പാദത്തിൻ്റെ രീതിയിലാണ് പോവുക. മാർഗംകളിയിലെ 14-ാം പാദത്തിന്റെ രീതിയിലാണ് റംബാൻ പാട്ടിന്റെ ട്യൂൺ. അപ്പൊ 14-ാം പാദത്തിന്റെ ട്യൂൺ ഒന്ന് 14 പാദത്തിൻ്റെ ട്യൂൺ പാട്ടിൻ്റെ ഒരു പാട്ട് ഞാൻ വായിച്ചിട്ടുള്ളത്. അത് ശരി. അങ്ങനെ അത് മനസ്സിലാക്കിയിരിക്കുന്നു. അതെ. ഇത് റംബാൻ പാട്ടിന്റെ 2 വരികൾ ഓർക്കാൻ ഓർക്കുന്നില്ല. അപ്പൊ ഈ 14-ാം പാദത്തിന്റെ ഇത് പാടിയല്ലോ. അപ്പൊ അതിന്റെ താളം ഇങ്ങനെ പഠിപ്പിക്കുമ്പോ താളം കൊട്ടി പഠിപ്പിക്കില്ലേ? താളം കൊട്ടി പഠിപ്പിക്കുന്നു. താളം കൊട്ടാതെ പഠിപ്പിക്കുന്നു. ഓ, അപ്പൊ താളം കൊട്ടി പഠിപ്പിക്കുകയാണ്. ആ താളം എങ്ങനെ കൊട്ടും? 14-ാം പാദത്തിന്റെ താളം അതിന്റെ താളം പല തരത്തിലുണ്ട്. രണ്ടും തരത്തിലായിട്ട് 14 ഭാഗത്തിന്റെ സ്റ്റെപ്പ് എടുക്കുമ്പോൾ അത് ശരി. അപ്പൊ ഈ വായ്ത്താരികള് പറഞ്ഞുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്. അതെ, പഠിക്കാൻ ഒക്കെയേ. അങ്ങനെ അത് ശരി. ഇത് ഏത് ഭാഗത്തിൽ ഉപയോഗിക്കുന്നു? അത് ഈ ഒരു പാത എടുത്താൽ ഇപ്പം അതിൻ്റെ ഉദാഹരണമായിട്ട് ഞാൻ പറയാം. ഈ 5-ാം പാദം അത് മരമുറി കല്ലുകൾ എന്നുള്ളത് അതിൻ്റെ മരമുറി കല്ലുകൾ. ഓക്കെ. 5-ാം പാദം 7-ാം പാദം 5-ാം പാദം മരമുട് കല്ലുകൾ കനകം വെള്ളി മനമേലും പടി ചെമ്പും ഇരുമ്പും. മരമൂരോ കല്ലുകൾ കനകം വെള്ളി ഇങ്ങനെ പാടുകയുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് പല
അറിയാം കലാശം പാടി നിർത്തിട്ടാണ്. കലാശം പാടി നിർത്തുക. ആ ഇറക്കിയുണ്ട്. ചാന്തി 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 കുടിച്ച് ചാന്തി കുടിച്ച് ഒരിക്കൽ ചാന്തി ചാന്തി വഴിയിലെത്തിയാണ് അതിനൊക്കെ സ്റ്റെപ്പുണ്ട്. പിന്നെ എല്ലാത്തിനും സ്റ്റെപ്പുണ്ട്. വ്യത്യസ്തങ്ങളായ സ്റ്റെപ്പുണ്ട്. ഓരോ വ്യത്യസ്തങ്ങളായ തൂണൊന്നുമില്ല. സ്റ്റെപ്പ് വ്യത്യാസം. അതൊരു കാര്യമാണ്. അത് സ്റ്റെപ്പ് ചെയ്തൊക്കെ തന്നെ അത് വളരെ ഇഷ്ടമായ ഇഷ്ടമുള്ള പാഠമാണോ? അത് തമാശയായ പറഞ്ഞപ്പോൾ ആ പാടും ഞാൻ ഓർത്ത് സങ്കടം പിടിച്ചു. ആ ട്യൂണൊന്ന് പാടിക്ക്. മരമോട് അല്ല ആനന്ദിച്ചു അത് അറിഞ്ഞൂടൻ ചാരൂരി രാവണോട് അറിയിച്ചു കൽപ്പനവാചാൽ പാട്ട് പോകുന്നത്. അപ്പൊ 2 ലൈൻ കഴിയുമ്പോ തിന്തൈ അത് പാടും. ശരി. അപ്പൊ സ്റ്റെപ്പ് ആ സമയത്ത് സ്റ്റെപ്പ് വ്യത്യാസം ഉണ്ടാവും. ഒരു ഇരട്ടിപ്പ് പോലെയാണോ? ഇരട്ടിയായിട്ടാണ് ഉള്ളത്. അത് ഓരോ പാദത്തിനും പ്രത്യേകം പ്രത്യേക സ്റ്റെപ്പും പ്രത്യേകം പ്രത്യേക ഇരട്ടിപ്പുകളുണ്ട്. അതിപ്പോ 3-ാം ഭാഗം നമ്മൾ ചെല്ലുമെന്ന് വെച്ചു. കടലും കരയും കടലോ ഒരു അങ്ങനെ ഓരോ ഭാഗത്തിനും 1, 2, 3 ഇരട്ടികളും. അതിന് ഇപ്പം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ സ്റ്റെപ്പ് അങ്ങ് തീരുമ്പോൾ മറ്റേ സ്റ്റെപ്പിലേക്ക് അവൻ ചെയ്യുന്നു. ആദ്യ സ്റ്റെപ്പിൽ എങ്കിലും ഒക്കുള്ളൂ. അങ്ങനെ ഈ ഇതിലുപയോഗിക്കുന്ന താളങ്ങൾക്ക് ഓരോ താളത്തിനൊരു പ്രത്യേക പേര് വല്ലതുണ്ടോ? പ്രത്യേക പേരൊന്നുമില്ല. ഒരു പാദം ചെല്ലി അതിന് ഇരട്ടിയാണ് പറയും. അതെ, അത് ശരി. അതിനെന്താ 1-ാം കാലം 2-ാം കാലം എന്നൊക്കെ പറയും. കാലമൊന്നും പറയല്ല. അത് മിക്കവാറും ഇങ്ങനെ പാടി വരുമ്പം ഈ ആശാൻ വളത്തിനകത്ത് നിൽക്കുന്നത്. അപ്പൊ ആശാൻ ആ ഒന്നിനോ കൈകൊണ്ട് കാണിക്കുമ്പോൾ അതെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പാട്ട് പാടും പിന്നെ സ്റ്റെപ്പ് ഉണ്ട്. അങ്ങനെ അതെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് കളിക്കാൻ. ആശാൻ നടുക്കായിരിക്കുന്നത്. അപ്പോൾ ഇത് ആശാൻ പാടി കൊടുത്തിട്ട് മറ്റുള്ളവർ സ്റ്റെപ്പ് എടുക്കും. ആശാന്റെ എടുക്കണം, അത് ശരിയാവൂ. അത് ശരി. അപ്പൊ ഈ ഇരട്ടിപ്പ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇരട്ടിപ്പ്. പിന്നെ അന്നത്തെ കാലത്ത് മറ്റു പാട്ടുകൾ ഈ ഇപ്പം മാർഗംകളിക്ക് ഉപയോഗിക്കുന്ന പാട്ടുകൾ പറഞ്ഞല്ലോ, ജോബിന്റെ പാട്ട്. അപ്പൊ ആ ജോബിന്റെ പാട്ട് നമ്മൾ മുമ്പ് പാടി അങ്ങ് തീർന്നില്ല. ഒന്ന് തോബിയാസിന്റെ പാട്ട്. തോബിയാസിന്റെ ഇപ്പം ഈ അത് പരസ്യത്തിൽ ഞാൻ ഉപയോഗിക്കുന്ന
ഒരു ഭാഗമാണ് അത് മാർഗംകളി ഉപയോഗിച്ചത്. അത് ശരി. ആ മാർഗംകളിക്കാണ് പ്രത്യേക സ്റ്റെപ്പ് എടുക്കുന്നത്. അത് ഇങ്ങനെ ആദ്യത്തിൽ സൂര്യമാഗ്രഹത്തിൽ വായുവാകും ആനത്താമീത് കൊണ്ടുപാൻ ഭവിക്കും പാലാകൂടും അനുഷ്ഠിച്ചതും പാലുരായി കാവുമാവും ഞാനും ചതിവുമാവൂല ഇരിയല്ലേ ഒരുപ്പർക്കും അതെല്ലാം അമ്മയും ആ സ്റ്റെപ്പും ചെയ്തും പാട്ടും ചെയ്യും. അത് ശരി. ട്യൂൺ ഇതാണ്. അപ്പൊ ഇതിന്റെ താളം ഇതൊരു പഠിപ്പിച്ചു കൊടുക്കുമ്പോ ഈ താളത്തിന് എങ്ങനെയാ പറയുന്നത്? അങ്ങനെ പേരൊന്നുമില്ല. അത് ശരി. അത് ശരി. പിന്നെ മറ്റു പാട്ടുകള് ഈ ഞങ്ങളെ ഈ യോഹന്നാൻ്റെ പാട്ട് പാടും. യോഹന്നാൻ മംദാനയുടെ പാട്ട്. യോഹന്നാൻ മംദാന. പിന്നെ അതുപോലെ തന്നെയാണെന്നെങ്കിൽ ആ ഉൾവപ്പള്ളിയുടെ പാട്ട് വളരെ കല്യാണത്തിന് കൂടുമ്പോൾ ഈ മത്സരത്തിനൊന്നും പറ്റില്ല. പക്ഷേ 14 പാദത്തിലേതെങ്കിലും രണ്ടോ മൂന്നോ പാടാൻ വെക്കുള്ളൂ. അതിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ ഇത് ഏതാണ്ട് ഒരു 35 കൊല്ലങ്ങൾക്ക് മുമ്പ് എറണാകുളത്തെ ഫൈനാൻസ് ക്ലബിൽ നാടകങ്ങളെ അവതരിപ്പിക്കാനുള്ള നോട്ടീസുണ്ട്. ഞാനത് വെച്ചുകൊണ്ട് എഴുതി ഞങ്ങൾ മാർഗങ്ങളെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇതേപ്പറ്റി അറിയാൻ പാടില്ല. മാർഗമില്ല. പിന്നെ ഈ മാർഗം എന്താണ് എന്ന് കഴിഞ്ഞിട്ടില്ല. അത് ഒരുപാട് എടുത്തു. അപ്പോൾ എനിക്ക് നിർബന്ധം ഈ ഫൈനാൻസ് ക്ലബിൽ ഈ മാർഗങ്ങളെ അവതരിപ്പിക്കാൻ തിരക്കാറില്ല. നമുക്ക് മാത്രമല്ലോ ഫൈനാൻസ് ക്ലബ് നമുക്ക് അപകടം അറിയിക്കും. എനിക്ക് അങ്ങനെ സമ്മതിച്ചു. ശ്രീ സോമനാഥനായിരുന്നു അങ്ങനത്തെ അതിൻ്റെ കൺവീനർ. അത് ഞങ്ങൾ കളിച്ചു. ഒന്നാം ഭാഗം എടുത്തു, രണ്ടാം ഭാഗം എടുത്തു, മൂന്നാം ഭാഗം. അപ്പോൾ 10 മിനിറ്റേ ഉള്ളൂ. അതാതിൻ്റെ ഒരു വ്യത്യാസം. മുഴുവൻ എടുക്കാൻ വെക്കുന്നില്ല. 5-ാം ഭാഗം എടുത്തു. തകർത്തെടുത്തു എടുത്തു. അതെല്ലാം കൂട്ടമായിട്ട് കഴിയുന്നു. അവിടെ വെച്ചാൽ അവാർഡും തന്നെ തീർച്ചയായിട്ടും. അത് ശരി. അപ്പൊ അതെല്ലാം ആണുങ്ങളാണ് നടത്തിയത്? അത് ആത്മാവിലാണ്. അത് ഇത്ര കണ്ണ് കാലത്ത് കളിക്കുന്ന പിള്ളേർ ഇനിയിപ്പോൾ തന്നെ ഞാനൊരു മറ്റൊരു പറയല്ല. ഈ എനിക്ക് മനസ്സിനറിയ പിള്ളേരുണ്ടെങ്കിൽ ഇന്ന് കളിക്കുന്നതിൽ അത് കൂടുതൽ കളിക്കാതിരിക്കും. അതിനാൽ വയസ്സൊക്കെ മറന്നുപോകും. അപ്പം ഈ കളിക്കുന്ന ഒരു ജനമാക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഇറങ്ങിയ പിള്ളേരുമായിരിക്കും. ഇതിപ്പം തലപ്പാട്ട് പാടണം, ഇടപ്പാട്ട് പാടണം, സ്റ്റെപ്പെടുക്കണം. എന്താ ഉദ്ദേശിച്ച? തലപ്പാട്ടോ? തലപ്പാട്ട് ആദ്യം പാടുന്ന പാടിനാണ് തലപ്പാട്ട് പാടും. പിന്നെ അത് ഏറ്റു പാടുക ഇടപ്പാട്ട്. പിന്നെ അക്കാലം മാവാതന്റെ മക്കൾ 10 പേരുമായി ആറുമാറുവനെയും കാലം പാരായിരത്തും ഭാവാതന്യായിരത്തു പാർക്കും മക്കൾ ബാലനാദേവോസിപ്പും തമ്പി ബേനിയാമേയും പൗശൂന്യമായി 10 മക്കൾ യോസേഫിനോട് പാരാതെ ജന്തുമൂലം ഭാവാശുഭരം കണ്ടു സ്വപ്നത്തിൽ കണ്ടാകാത്ത കർണാക്ഷിരാമൂലം കാലാമാറില്ല സിദ്ധാന്തരഞ്ഞു 10 മക്കളും കൂടെ ചുറ്റ് നീലച്ചൂടച്ചു പാരാതെ കൊല്ലാനു ചേച്ചി നേരുന്നു കണ്ടു ജ്യേഷ്ഠന്മാർ വന്നാവില്ല